തൊടലില്ലാത്ത പട്ടികളെ ശീലം താങ്കൾക്കായിരിക്കും. താങ്കൾക്ക് തുടലുണ്ടാകും, താങ്കൾ ബിസ്ക്കറ്റ് കഴിക്കുന്നുണ്ടാകും. ഞങ്ങൾ പട്ടിക്ക് കൊടുക്കാനുള്ള ബിസ്ക്കറ്റ് AK സെന്ററിൽ ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ട് അത്തരം ചർച്ചകൾ ഇങ്ങോട്ട് താങ്കൾ പിണറായി വിജയൻ അദ്ദേഹത്തോടും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരോടും പറയുന്ന വാക്കുകൾ എന്നോട് പറയണ്ട. ഹാഷ്മി പിണറായി വിജയൻ ഇതേ ഭാഷയിലായിരിക്കും അദ്ദേഹത്തോട് സംസാരിക്കുന്നത്. ആ ഭാഷയിൽ വേറെ ആളുകളോട് സംസാരിക്കാറുണ്ട. നേതാവ് ഒരു മര്യാദഘട്ട വാക്ക് പറഞ്ഞു. ആ മര്യാദഘട്ട വാക്ക് പറഞ്ഞതിൽ തുടങ്ങിയ ചർച്ച അവസാനിപ്പിക്കേണ്ട നിങ്ങളല്ലേ? ഇന്ന് VD സതീശൻ പറയുകയാണ്, പിണറായി വിജയൻ പറഞ്ഞ പഴയ വാക്കുകൾക്ക് പൂർവ്വകാല പ്രാബല്യത്തോടെ നിങ്ങൾ മാപ്പ് പറയുമോ, ഖേദം പ്രകടിപ്പിക്കുമോ? ആ ചർച്ച അവസാനിപ്പിക്കേണ്ട നിങ്ങൾ ആ ചർച്ചയിൽ തന്നെ തുടരുന്നതിനോട് ഉദ്ദേശിക്കുന്നത് എന്താണ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ? ശ്രീ അനിൽകുമാർ പറഞ്ഞ ആർഗ്യുമെന്റ്സ് പൂർണ്ണമായിട്ട് എനിക്ക് കേൾക്കാൻ കഴിയില്ല. ഞാൻ ഈ ബ്രേക്കിലാണ് ആകെ അദ്ദേഹത്തിന്റെ ആർഗ്യുമെന്റുകളൊന്ന് റീവൈൻഡ് ചെയ്ത് കേട്ടത്. അപ്പോൾ അതിനകത്ത് അദ്ദേഹം പറഞ്ഞ വളരെ വിചിത്രമായ ഒരു പദം, അതായത് മലയാള ഭാഷയ്ക്ക് മാന്യമായൊരു പ്രയോഗവും സുധാകരൻ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പരാതി. അപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പോൾ പിണറായി വിജയൻ കേസെടുത്തിരിക്കുന്നത്, പിണറായി വിജയൻ്റെ പോലീസ് കേസെടുത്തിരിക്കുന്നത് കലാപാഹ്വാനത്തിനാണ്. ഒരു വൈദികനെ ഇപ്പോൾ ഇവിടെ തെരഞ്ഞെടുപ്പിൻ്റെ വേദിയൊക്കെ ആകുമ്പോൾ ഇവർ നിരന്തരമായി അരമന കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വൈദികനെ നികൃഷ്ട ജീവി എന്ന് വിളിക്കുന്നത്ര അതപ്പതിച്ചൊരു വാക്കാണോ സുധാകരൻ പറഞ്ഞത്? ഇനിയും ആ വാക്കിനകത്ത് കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ ഞാൻ ചർച്ചയ്ക്കിടയിൽ ഇടയ്ക്കിടെ അനിൽകുമാർ എന്ന് വിളിക്കുന്നതിന് പകരം ശ്രീ നികൃഷ്ട ജീവി എന്ന് അദ്ദേഹത്തെ വിളിച്ചാൽ അദ്ദേഹത്തിന് അതിനകത്ത് പ്രശ്നമൊന്നും ഉണ്ടാകില്ലേ? അതല്ല, അനിൽകുമാർ പറയുന്ന ഒരു ആർഗ്യുമെന്റ് മറുപടിയായിട്ട് ഞാൻ പറയുക, അല്ലയോ പ്രിയപ്പെട്ട ശ്രീ പരനാറി എന്ന് ഞാൻ പറഞ്ഞാൽ അദ്ദേഹത്തിന് വേദന ഉണ്ടാവുകയും, അപ്പോൾ അദ്ദേഹത്തിന് വേദന ഉണ്ടാകുന്ന ഈ പരാമർശങ്ങളൊക്കെ ഉയർന്നു വന്ന നാവ് അത് പിണറായി വിജയൻ്റെതാണ്. കേരളത്തിലെ ഇത്രയും മലീമസമായിട്ടുള്ള പദപ്രയോഗം നടത്തിയിട്ടുള്ള ഒരു മുതിർന്ന നേതാവ്, ആ നേതാവ് കേരളത്തിൽ ഇരിക്കുമ്പോഴാണ് കലാപാഹ്വാനത്തെ പറ്റി പറയുന്നത്. പിണറായി വിജയനെതിരായിട്ടൊരു ഉപമ പറഞ്ഞാൽ ആര് കലാപം നടത്തുമെന്നായി പറയുന്നത്? ആരാ ഇതിന് കലാപം നടത്താനായിട്ടുള്ളത്? ഒരു മതപുരോഹിതനെ, നമ്മുടെ നാട്ടിലെ ഏറ്റവും സെൻസിറ്റീവായിട്ടുള്ള ഇഷ്യൂസിലൊന്നാണല്ലോ മതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, കോടതി വെർഡിക്റ്റുകൾ പോലും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടല്ലോ. ഒരു മതപുരോഹിതനെ നികൃഷ്ട ജീവി എന്ന് വിളിക്കുകയും പിന്നീട് മാധ്യമപ്രവർത്തകർ അതിനകത്ത് പശ്ചാത്താപമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പശ്ചാത്താപമില്ല എന്ന് പറയുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. പിന്നെ ഇപ്പോഴത്തെ പരാമർശം പറഞ്ഞു, അത് ശ്രീ സുധാകരൻ തന്നെ പറഞ്ഞു, മുഖ്യമന്ത്രിക്ക് അതിനകത്ത് വേദന ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ഞാനത് പിൻവലിക്കുന്നു. ഞാൻ മുഖ്യമന്ത്രി ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, ഒരു ഉപമ പറഞ്ഞതാണ്. ഇനി ഉപമയല്ലല്ലോ ശ്രീ ഹാഷ്മി, വളരെ പച്ചയ്ക്ക് ഇപ്പോൾ പട്ടി എന്നുള്ളതാണ് പരാമർശം. ഞാൻ ആ വാക്ക് പട്ടി എന്നുള്ളത് എന്തെങ്കിലും അൺപൊളിറ്റിക്കൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഒരു ജീവിയുടെ പേരാണല്ലോ പട്ടി എന്നുള്ളത്. CPM-കാർക്ക് ഇത്രയും അയിത്തമുള്ളൊരു വാചകമാണ് എങ്കിൽ M സ്വരാജ് പറഞ്ഞു എന്ന് പറഞ്ഞ് ശ്രീ VS അച്യുതാനന്ദൻ മറുപടി പറഞ്ഞൊരു പ്രസ്താവനയുണ്ടല്ലോ, VS അച്യുതാനന്ദനെ വെട്ടിയെറിഞ്ഞ് പട്ടിക്കിട്ട് കൊടുക്കണം. പിന്നീട് M സ്വരാജ് തന്നെ പറയുന്നുണ്ട് അത് മാധ്യമ സൃഷ്ടിയാണെന്ന്. പക്ഷേ ആ പരാമർശത്തിന് വിധേയനായ VS അച്യുതാനന്ദൻ ഇന്നത്തെ ദിവസം വരെ അദ്ദേഹം ജീവനോടെ ഉണ്ടല്ലോ. അദ്ദേഹം ഒരിക്കൽ പോലും തിരുത്തി പറഞ്ഞിട്ടില്ല. അപ്പോൾ ഒരു മുതിർന്ന നേതാവിനെ, അദ്ദേഹം ഇപ്പോൾ DCC പ്രസിഡന്റ് ഒക്കെ കാര്യം പറഞ്ഞു കേട്ടു, VS അച്യുതാനന്ദനെ പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ച നേതാക്കന്മാരിൽ ഒരാളെ വെട്ടിയെറിഞ്ഞ് പട്ടിക്കിട്ട് കൊടുക്കണമെന്ന M സ്വരാജിന്റെ പ്രസ്താവനയോളം അതപ്പതിച്ചൊരു പ്രസ്താവനയാണോ ശ്രീ K സുധാകരൻ്റേത്? ഇനി ഞങ്ങൾ പറയുന്നത് എന്താ, ഞങ്ങൾ ഇപ്പോഴും ആ വാക്കിന്റെ പിന്നാലെ നടക്കുകയല്ല. ഇന്നത്തെ ദിവസം MM മണി പറഞ്ഞിട്ടുള്ള വാക്കുകൾ എന്തൊക്കെയാ? ഇപ്പോൾ അദ്ദേഹം പറയുകയാണ് KPCCയുടെ പ്രസിഡന്റ് തലയ്ക്ക് സുഖമില്ല. ഞാനിവിടെ ഇരുന്നുകൊണ്ട് പറയുക, ഇപ്പൊ MM മണി എത്രയോ മുതിർന്നൊരു നേതാവാണ്, നിങ്ങൾ എന്തുകൊണ്ടാണ് മാധ്യമപ്രവർത്തകർ ഏകപക്ഷീയമായ ലൈസൻസ് കൊടുക്കുന്നത്? ഞാനിവിടെ ഇരുന്നുകൊണ്ട് പറയാം, ഇപ്പൊ കോടിയേരി ബാലകൃഷ്ണന് തലയ്ക്ക് സുഖമില്ലെന്നൊരു തോന്നൽ എനിക്കുണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ, ഞാൻ പറയാൻ പാടുണ്ടോ? കോടിയേരി ബാലകൃഷ്ണന് തലയ്ക്ക് സുഖമില്ല എന്ന് പറയാൻ പാടുണ്ടോ? MM മണിക്ക് നിങ്ങൾ എന്താ ഏകപക്ഷീയമായ ലൈസൻസ്? ഇന്ന് വൈകുന്നേരം ചർച്ച ചെയ്യേണ്ടുന്ന വിഷയം എന്താ? K സുധാകരന്റെ പ്രസ്താവനയാണോ? താങ്കൾ ടൈറ്റിൽ കാർഡ് അടിക്കുക, താങ്കളുടെ ടൈറ്റിൽ കാർഡ് ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ ഉണ്ടാകില്ല എന്ന് ഉറപ്പെനിക്കുണ്ട്. MM മണിയുടെ പടം വെച്ചിട്ട് താങ്കൾ ടൈറ്റിൽ കാർഡ് അടിക്കുക. എത്ര അധമമായ വാക്ക്, എത്ര അധമമായ സംസ്കാരം അത് MM മണിയിൽ നിന്നുണ്ടാവുകയാണ്, നിരന്തരമായിട്ട് ഉണ്ടാവുകയാ. ഈ പെമ്പളൂരുമയിലെ സമര നേതാക്കന്മാർ കുറ്റിക്കാട്ടിൽ മറ്റേ പണിക്ക് പോയി എന്ന് കേരളത്തിലെ വേറെ ഏതെങ്കിലും നേതാവ് പറഞ്ഞിട്ടുണ്ടോ? അദ്ദേഹം എന്തു പറയുമ്പോഴും നിങ്ങൾക്ക് മണി ആശാനാകുന്നത് എന്താ? അപ്പോൾ നിങ്ങളുടെയൊക്കെ എഴുത്തിരുത്തിയ സംസ്കാരം മണിയുടേതായതുകൊണ്ടാണോ നിങ്ങളൊക്കെ അദ്ദേഹത്തെ മണിയാശാൻ എന്നൊരു ടാഗ് ലൈനിൽ അദ്ദേഹത്തെ ഇങ്ങനെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്ന മാധ്യമങ്ങൾ? അവിടെ എന്താ വേറൊരു നീതി? ഇന്നത്തെ ദിവസം PT തോമസിനെ എന്താ അദ്ദേഹം ആക്ഷേപിച്ചത്? ഈ ഇലക്ഷന് മത്സരിച്ചതിന് ശേഷം കോൺഗ്രസ്സുകാർക്ക് ഒരു സംസ്കാരമുണ്ട്, തെരഞ്ഞെടുപ്പിൽ നോമിനേഷൻ കൊടുത്തതിന് ശേഷം പെമ്പിളമാരോടൊപ്പം ഉറങ്ങാൻ പോവുകയാണ്. അതാണോ കോൺഗ്രസ്സുകാരുടെ സംസ്കാരം? അതാണോ? അതിനെപ്പറ്റി എന്താ താങ്കൾ ചർച്ച ചെയ്യാത്തത്? ഇത്ര രൂക്ഷമായ സ്ത്രീ വിരുദ്ധത, പെണ്ണുമ്പിള്ളമാരുടെ കൂടെ ഒരു ഉറങ്ങാൻ പോവുകയാണ്, കിടക്കാൻ പോവുകയാണ് കോൺഗ്രസ് നേതാക്കന്മാരെന്ന് പറയുന്ന രൂക്ഷമായ സ്ത്രീ വിരുദ്ധത പറഞ്ഞിട്ട് എന്താ താങ്കളുടെ മാധ്യമ സംസ്കാരം ഇങ്ങനെ നുരഞ്ഞ് പൊന്താത്തത് എന്താ ശ്രീ ഹാഷ്മി?
എന്താ താങ്കളുടെ ടാഗ് ലൈനകത്ത് അത് ഉൾപ്പെടുത്താത്തത് എന്താ? അതോ MM മണിക്ക് മാത്രം നിങ്ങൾ ഇത്ര വലിയ ലൈസൻസ് കൊടുക്കാനായിട്ടുള്ള കാരണം എന്താ? അതോ MM മണി കേരളത്തിനകത്തോ കാക്കാശിന്റെ ഗുണമില്ലാത്ത നേതാവായിട്ട് നിങ്ങൾ തന്നെ മാറ്റിയിട്ടേക്കുന്നുണ്ടാണോ? ഒരു ക്രെഡിബിൾ അല്ലാത്ത നേതാവായതുകൊണ്ട് എന്തും പറയാം. അങ്ങനെയാണെങ്കിൽ പോലും അദ്ദേഹം ഈ സർക്കാരിന്റെ ശമ്പളം പറ്റുന്ന ഒരു MLA അല്ലേ, മുൻ മന്ത്രിയല്ലേ, പോർട്ട്ഫോളിയോകൾ കൈകാര്യം ചെയ്ത ആളല്ലേ, അദ്ദേഹത്തിന് എന്തും പറയാം. നിങ്ങൾ ലൈസൻസ് കൊടുക്കുകയാണ്. നിങ്ങൾ മാധ്യമപ്രവർത്തകർ അതിനുശേഷം അദ്ദേഹത്തെ കാണുമ്പോൾ ഈ ക്രൗര്യമൊന്നുമില്ലല്ലോ, പൊട്ടിച്ചിട്ട് ഞാനും അഭിമുഖം കാണുന്നതാണ്. ഇനി ഇപ്പോഴിപ്പോ കെ സുധാകരനെതിരായിട്ട് നിരന്തരമായി മന്ത്രിമാര് പത്രസമ്മേളനം നടത്തി. കെ സുധാകരൻ പറഞ്ഞ വിഷയം എന്താ? ഭരണസ്തംഭനം. ഏതെങ്കിലും ഒരു മന്ത്രി എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞോ കേരളത്തിൽ ഭരണസ്തംഭനമില്ല, ഇതൊക്കെയാണ് കാരണങ്ങൾ, ഈ ഉദാഹരണങ്ങൾ നിരത്തിക്കൊണ്ട് കേരളത്തിൽ ഭരണസ്തംഭനം ഇല്ല എന്ന് സ്ഥാപിച്ചോ? ഇല്ല. അദ്ദേഹത്തെ ഒരു വാക്ക് പിടിക്കുകയാണ്, ഒരു ഉപമ പിടിക്കുകയാണ്. ആ ഉപമ പറഞ്ഞാൽ പെണ്ണുള്ളിടത്തോളം കാലം പെൺമാണിമം ഉണ്ടാകുമെന്ന് പറഞ്ഞ EK നായനാറിന്റെ ഉപമ പോലെ അതപ്പതിച്ച അല്ലെങ്കിൽ സ്ത്രീവിരുദ്ധമായിട്ടുള്ള ഒരു ഉപമ കെ സുധാകരന്റെ വായിൽ നിന്നുണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടില്ല. ഇന്ന് പോലും ആണത്തമുണ്ടെങ്കിൽ ഈ മണിയാശൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ മണിയാശൻ ആണത്തമുണ്ടെങ്കിൽ പറയട്ടെ, എന്താ പെണ്ണുങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പം ഈ നാട്ടിലുണ്ടോ? എന്താ നിങ്ങൾ ജെൻഡർ ഓഡിറ്റ് നടത്താത്ത? എന്താ ആ ആണത്തം ഉണ്ടാകട്ടെ എന്ന് വേറൊരു നേതാവ്, ഒരു കോൺഗ്രസിന്റെ ബൂത്ത് സെക്രട്ടറി പറഞ്ഞാൽ വൈകുന്നേരം ശ്രീ ഹാഷ്മി എല്ലാം കൂടെ പൊട്ടിത്തെറിക്കുമല്ലോ. ദാണ്ടൊരു കോൺഗ്രസിന്റെ ബൂത്ത് നേതാവ്, പിന്നെ ആ ബൂത്ത് നേതാവ് രാഹുൽ ഗാന്ധിയേക്കാൾ ഉയർന്ന നേതാവാക്കി നിങ്ങൾ മാറ്റും. ആ രീതിയിൽ ഇൻട്രോ കൊടുത്തിട്ട് പറയും, ദാ കണ്ടില്ലേ സ്ത്രീവിരുദ്ധമായ പരാമർശം നടത്തിയത് നിങ്ങൾ കണ്ടില്ലേ? എന്താ നിങ്ങൾ ചോദിക്കാത്തത്? ഒരൊറ്റ മന്ത്രി പോലും എന്താ കേരളത്തിനകത്ത് ഭരണ സ്തംഭനമില്ല എന്ന് സ്ഥാപിക്കാനായിട്ട് ശ്രമം നടത്താത്ത എന്താ? അപ്പൊ മന്ത്രിമാർ പോലും അംഗീകരിക്കുന്നു ഭരണസ്തംഭനമുണ്ട്. ഞങ്ങൾ പറഞ്ഞല്ലോ ആ വിഷയം, ഇനി ആ പ്രസ്താവനയാണ് വിഷയമെങ്കിൽ അത് പറഞ്ഞയാൾ തന്നെ പറഞ്ഞു മുഖ്യമന്ത്രിക്ക് വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ പിൻവലിച്ചു. അപ്പോഴാണ് ഞങ്ങളുടെ ചോദ്യം, പിണറായി വിജയൻ പിൻവലിച്ചോ? ഇപ്പൊ അരമനകൾ കയറി ഇറങ്ങുന്നുണ്ടല്ലോ. ഒരു ബിഷപ്പിനെ ഒരു വിശ്വാസ സമൂഹം ആരാധനയോടെ നോക്കിക്കാണുന്ന, അവർ കയ്യിൽ ചുംബിക്കുന്ന, അവരുടെ ശിരസിൽ കൈ തൊട്ട് അനുഗ്രഹിക്കുന്ന, അവരുടെ അൽത്താരയിൽ കയറി നിന്ന് അവർക്ക് വേദവാചകങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു സന്യാസി വര്യനായ ഒരു പിതാവിനെ നികൃഷ്ട ജീവി എന്ന് വിളിച്ച ആ വാക്കിനെ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അരമന കയറി ഇറങ്ങുമ്പോഴെങ്കിലും പിണറായി വിജയന്റെ പാർട്ടിക്കാർ തള്ളി പറയുന്നുണ്ടോ? ആ കോൺഗ്രസിന്റെ പ്രതിനിധിയുടെ മുഖത്ത് അദ്ദേഹം നോക്കിക്കൊണ്ടിരിക്കുന്ന കണ്ണാടി എടുത്ത് മാറ്റണം. തൻ്റെ മുമ്പിൽ മുഖക്കണ്ണാടി ഇരിക്കുന്നതുകൊണ്ട് അദ്ദേഹം തൻ്റെ തന്നെ രൂപം കണ്ടിട്ട് ചില വാക്കുകൾ ഇങ്ങോട്ട് പറഞ്ഞു. ആ കണ്ണാടി ഒന്ന് ഹാഷ്മി മാറ്റി കൊടുത്താലേ അദ്ദേഹത്തിന് ആളെ വ്യക്തമാകും. ഉപയോഗിക്കാൻ പാടില്ലാത്ത വാക്കാണ്. ഉപയോഗിക്കാൻ പാടില്ലാത്ത വാക്കാണ്. നേതാവ് പറഞ്ഞു കണ്ണാടിയിൽ നോക്കി മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന വാക്കാണെന്നാ താങ്കൾ പറയുന്നത്. ഇനി കുറയ്ക്കേണ്ടെന്ന് താങ്കൾ ഇടപെട്. തൊടലില്ലാത്ത പട്ടികളെ ശീലം താങ്കൾക്കായിരിക്കും. താങ്കൾക്ക് തുടലുണ്ടാകും, താങ്കൾ ബിസ്ക്കറ്റ് കഴിക്കുന്നുണ്ടാകും. അല്ലല്ല, തൊടലില്ലാത്ത കുറെ പട്ടികളെ ഏതെങ്കിലും ഒരു സങ്കേതത്തിൽ ആരെങ്കിലും വളർത്തുന്നുണ്ടെന്ന് കരുതി കണ്ണാടിയിൽ അവർ നോക്കി കുരയ്ക്കുമ്പോൾ അത് മറ്റാരെങ്കിലും ബാധിക്കും എന്ന് യാതൊരു തെറ്റിദ്ധാരണയും ഞങ്ങൾക്കാർക്കുമില്ല. അതുകൊണ്ട് നിങ്ങളുടെ കുറയും ഈ പ്രയോഗമൊക്കെ നിങ്ങളുടെ കണ്ണാടിയിൽ നിങ്ങളൊക്കെ നടത്തിയാൽ മതി, നിങ്ങളുടെ കളരിയിലൊക്കെ നടത്തിയാൽ മതി. ഇതൊന്നും ഇവിടെ ചിലവാകത്തില്ല. നിങ്ങൾ ഇവിടെ ഹാഷ്മിയോടാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, ശ്രീ BS അച്യുതാനന്ദനെ വെട്ടിയെരിഞ്ഞാൽ പട്ടിക്കിട്ട് കൊടുക്കണം. താങ്കൾക്ക് ഇടപെടാൻ തോന്നുന്നില്ലെങ്കിൽ അല്ല താങ്കൾ പറയൂ, ഞാൻ കുരയ്ക്കുകയാണോ? അല്ല, ഞാൻ ഈ ചർച്ചയിലില്ല. അങ്ങനെ CPM-കാരൻ എന്തെങ്കിലുമൊക്കെ പറയുമ്പോ ഇവിടെ നിന്ന് കേട്ടോണ്ടിരിക്കാനായിട്ട് AKG ശവന്ത്രയിൽ നിന്ന് ശമ്പളം പറ്റുന്ന ആളല്ല ഞാൻ. ശരി അത് അങ്ങനെയുള്ള AKG സെന്ററിൽ അങ്ങനെ പട്ടിക്ക് കൊടുക്കാനുള്ള ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്നില്ല. ഞങ്ങൾ പട്ടിക്ക് കൊടുക്കാനുള്ള ബിസ്ക്കറ്റ് AKG സെന്ററിൽ ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ട് അത്തരം ചർച്ചകൾ ഇങ്ങോട്ട് പിണറായി വിജയൻ അദ്ദേഹത്തോടും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരോടും പറയുന്ന വാക്കുകൾ എന്നോട് പറയണ്ട. ഹാഷ്മി പിണറായി വിജയൻ ഇതേ ഭാഷയിലായിരിക്കും അദ്ദേഹത്തോട് സംസാരിക്കുന്നത്. ആ ഭാഷയിൽ വേറെ ആളുകളോട് സംസാരിക്കാൻ ഇറങ്ങണ്ട.